രക്ഷാപ്രവർത്തകനായ രാജേഷിന്റെ വീട് സന്ദർശിച്ച ശേഷം വിഴിഞ്ഞത്ത് കാണാതായ ജോണിന്റെ വീട്ടിലേക്ക് എത്തിയതാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വീട് സന്ദർശിച്ച ശേഷം അടിയന്തര ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നൊരു വിമർശനം പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വയ്ക്കുന്നു. ഈ കാര്യങ്ങൾ പരിഗണിക്കേണ്ടതാണ് എന്നതുകൂടി അദ്ദേഹം പറയുന്നു. CPM നേതാക്കൾ എല്ലാവരും തന്നെ അദ്ദേഹത്തെ അനുഗമിച്ചു എന്നതുകൂടിയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അരുൺ സോളമൻ വിവരങ്ങളുമായുണ്ട്. അരുൺ, എത്ര നേരം ചിലവിട്ടു പ്രതിപക്ഷ നേതാവ് ജോണിന്റെ കുടുംബത്തിൽ? എന്തൊക്കെയാണ് അദ്ദേഹം അവരോട് സംസാരിച്ചത്? മാധു, ഇന്നിപ്പോൾ 11ാം നാളാണ് ജോണിനെ കാണാതായിട്ട്. കുറച്ച് മുമ്പാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇപ്പോൾ ജോണിന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളുമായി സംസാരിച്ചത്. ഈ വിഷയം നിലവിൽ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നുള്ള ഉറപ്പാണ് നിലവിൽ നൽകിയിരിക്കുന്നത്. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത വീഴ്ചകൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് സംഭവിച്ചു കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളെ കാണുമ്പോഴും പറഞ്ഞത്. ഇതിലേറെ വിരോധാഭാസമായിട്ട് തോന്നിയത് ഇതിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ദിവസം നടത്തിയ വെളിപ്പെടുത്തലാണ്. കേന്ദ്ര സർക്കാരിന്റെ സഹായം തേടാനായിട്ട് സംസ്ഥാനത്ത് ഒരു മന്ത്രി ഇടപെട്ടു. മന്ത്രി അഭ്യർത്ഥിച്ചു. ആ മന്ത്രിയുടെ അഭ്യർത്ഥന പ്രകാരം താൻ കേന്ദ്ര സർക്കാരുമായി ഇടപെടൽ നടത്തിയതിനു ശേഷമാണ് എയർക്രാഫ്റ്റ് അടക്കമുള്ള ഹെലികോപ്റ്റർ അടക്കമുള്ളവയുടെ സേവനം നടപ്പിലാക്കിയത് എന്നുള്ള ഒരു വാദം മുന്നോട്ട് വച്ചിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ സർക്കാർ ഒരു സംസ്ഥാനത്തെ ഒരു രാഷ്ട്രീയ നേതാവിന്റെ സഹായം തേടാൻ പോയത്? നമുക്ക് മുൻപുള്ള പരിചയങ്ങളുണ്ട്, മാതൃകകളുണ്ട്. 2018 പ്രളയം ഉണ്ടായപ്പോൾ തന്നെ കേന്ദ്ര സർക്കാർ അതിൻ്റെതായിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതുവഴി തന്നെയാണ് സ്വമേധയാ തന്നെയാണ് കേന്ദ്ര സേനയായാലും കേന്ദ്ര സർക്കാരിന്റെ സഹായങ്ങളായാലും സ്വാഭാവികമായും ഉണ്ടാവുക. പക്ഷേ ഇവിടെ അതല്ല സംഭവിച്ചത്. ഇത് പൂർണ്ണമായിട്ടും മന്ത്രി അങ്ങനെ ഒരു അഭ്യർത്ഥന ഉണ്ടായെങ്കിൽ തന്നെയും ആ മന്ത്രി സ്വാഭാവികമായിട്ട് അഭ്യർത്ഥിക്കാൻ പോവില്ല. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം അതിന് പിന്നിൽ ഉണ്ടായിരിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അരുൺ സോളമനാണ് വിവരങ്ങൾ നൽകിയത്. അടിയന്തര ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നൊരു പരാതി പ്രതിപക്ഷ നേതാവിന് മുന്നിലും ജോണിന്റെ കുടുംബാംഗങ്ങൾ ഉന്നയിച്ചു.